തിരുവല്ല കവിതാ കൊലക്കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവാണ് പ്രതി. 5 ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2019 മാർച്ച് 12-നാണ് ഈ കൊലപാതകം നടന്നത്. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. അതിനു മുൻപ് സമഗ്രമായ വിവരങ്ങളിലേക്ക്. അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയുടെ അഭിനന്ദനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രണയാഭ്യർത്ഥന നിരസിച്ച വൈരാഗ്യത്തിൽ സഹപാഠിയായ യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അത്രയും ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവാണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 ശിക്ഷ വിധിച്ചത്. 2019 മാർച്ച് 12-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവല്ലയിൽ വച്ച് അയിരൂർ സ്വദേശിനിയായ 19-കാരി കവിതയെ സഹപാഠിയായ പ്രതി ആക്രമിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ 2 ദിവസങ്ങൾക്ക് ശേഷമാണ് കവിത മരണപ്പെട്ടത്. കവിതയും പ്രതിയും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. അന്ന് പ്രണയാഭ്യർത്ഥന നൽകുന്നു, അത് നിരസിക്കുന്നു. അതിന്റെ പക വീട്ടുകയായിരുന്നു ഈ പ്രതി ആ പെൺകുട്ടിയുടെ ജീവൻ എടുത്തുകൊണ്ട് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതും ഏറ്റവും ദാരുണമായ നിലയിൽ കൊലപ്പെടുത്താൻ വേണ്ടി ആദ്യം കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം ഈ പെട്രോൾ ഒഴിച്ച് തീ വച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അത്ര ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ആ പെൺകുട്ടിയെ ഈ പ്രതി ഇല്ലാതാക്കിയത്. ആ കേസിലാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് പ്രതിക്ക്. ഇപ്പോൾ സുജു ടി ബാബു കൂടി എന്നോടൊപ്പം ചേരുന്നു. സുജു, ഈ തിരുവല്ല കവിതാ കൊലക്കേസിൽ നാടിനെ നടുക്കിയ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി. തീർച്ചയായിട്ടും മനു, പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിനാണ്, ആ കൊലക്കുറ്റത്തിനാണ് ഇപ്പോൾ തിരുവല്ല സ്വദേശിയായ അജിൻ റജിൻ മാത്യുവിനെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. ഈ കേസിൽ കൃത്യമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിക്കിപ്പോൾ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി പ്രോസിക്യൂഷനും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും ചെയ്തു. അന്ന് ഈ പകൽ നടന്ന സംഭവമായതുകൊണ്ട് ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഈ പൊള്ളലേറ്റ ശേഷം 2 ദിവസം സ്വകാര്യ ആശുപത്രിയിൽ എറണാകുളത്ത് ചികിത്സയിരിക്കുകയാണ് മരിച്ചത്. അന്ന് ഈ ചികിത്സിക്കുന്ന നഴ്സിനോടും അത് ഡോക്ടറോടും പോലീസിനോടും മരണമൊഴിയെ കൊടുത്തിരുന്നു. ഈ മൊഴിയാണ് ആ കേസിൽ നിർണായകമായത്. അതിനോടൊപ്പം തന്നെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ചപ്പോൾ ATM കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്തതിൻ്റെ രേഖകൾ, CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കേസിന് സഹായകരമായി, കുറ്റം തെളിയിക്കാൻ സഹായകരമായെന്നാണ്. അന്ന് ഏറെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. പകൽ 9 മണിയോടുകൂടിയാണ് തിരുവല്ല ചിലങ്ക ജംഗ്ഷന് സമീപം വെച്ച ഈ പെൺകുട്ടിയുടെ ശരീരത്തേക്ക് പെട്രോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തുന്നത്. അതും പ്രണയപ്പകയുടെ പേരിൽ, പെൺകുട്ടി പ്രണയാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി 19-കാരിയായ സഹപാഠിയാണ് ഈ പ്രതി അജിൻ റജിൻ മാത്യു കൊലപ്പെടുത്തിയത്. അതിക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു. ഇപ്പോൾ കവിതയുടെ കുടുംബത്തിന് നീതി കിട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇത്തരമൊരു ശിക്ഷ വിധിക്കുമ്പോൾ അത് കവിതയുടെ കുടുംബത്തിന് നീതി ലഭിച്ചു എന്ന് പറയാം. ഇനി കുടുംബാംഗങ്ങളാണ് ഈ ശിക്ഷയിൽ സംതൃപ്തരാണോ അല്ലയോ എന്നുള്ള പ്രതികരണം നടത്തേണ്ടത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ അഭിഭാഷകരുടെ എത്തുമ്പോൾ നമുക്ക് പ്രതികരണം ലഭ്യമാകും. ആ ഘട്ടത്തിൽ ഇപ്പോൾ അഭിഭാഷകർ എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ അഭിഭാഷകൻ്റെ ഈ അത് കേസിലുണ്ട് കൂടുതൽ പ്രതികരണം നമുക്ക് ആരായണ ഹരിശങ്കറാണ് ഈ കേസിലെ പ്രോസിക്യൂഷൻ അഭിഭാഷകൻ. അദ്ദേഹം നടന്നു വരുന്നുണ്ട്. മാധ്യമങ്ങളോട് ഇപ്പോൾ തന്നെ സംസാരിക്കും. നേരത്തെ കേസിൽ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണ മികവിനെ കുറിച്ചൊക്കെ തന്നെ അഭിഭാഷകൻ ഹരിശങ്കർ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് തത്സമയം കടന്നു പോകാൻ സാധിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ട്. ഈ കേസിൽ ഏറെ അന്ന് ചർച്ച ചെയ്യപ്പെട്ട, നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതക വാർത്ത തന്നെയായിരുന്നു തീർച്ചയായിട്ടും. ആ സംഭവത്തിലാണ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടത്തുന്നു, കൃത്യമായ കേസ് നടത്തുന്നു. ഇപ്പോൾ ഒടുവിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുകയാണ്. അതിൽ ഉള്ള വിധി വന്നു. ഇപ്പോൾ പ്രോസിക്യൂഷൻ വക്കീൽ അഭിഭാഷകൻ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാമെന്നാണ്. കൃത്യമായി തന്നെ ഇതിൽ കോടതിയും പ്രോസിക്യൂഷനെയും പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കുകയും ഉണ്ടായി. പ്രതികരണത്തിലേക്ക് കടക്കാവുന്നതാണ്. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുവകളിൽ നിന്ന് ഈടാക്കാവുന്നതും ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്.